ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വോറിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എല്ലാം ഡീറ്റെയിൽസ് എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് വരണേ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവരുടെ ഫ്യൂച്ചർ ആക്ഷൻസ് അവരെടുക്കാൻ പോണത്, എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഔട്ട്കം ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മെസ്സേജസ് എന്താ പറയണതെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് വരണതെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 3 of Swords ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 10 of Swords. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ എന്താ ഉണ്ടായേ 2 of Wands. എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ലവേഴ്സ്, ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് 2 of Swords. എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ക്വീൻ ഓഫ് കപ്സ്. എന്താണ് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവുക, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ. അപ്പോൾ കാപ്രിക്കോൺ 3 of Swords ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഞാൻ കാണുന്നത് ഇവിടെ ഹാർട്ട് ബ്രേക്ക് ആണ്, ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിലും 10 of Swords ആണ്. അപ്പോൾ രണ്ട് സൈഡിനും ഞാനൊരു ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആണ് കാണുന്നത്. ഈ പേഴ്സൻ്റെ എനർജിയിലൊരു അത് നിങ്ങൾ അവരെ ചതിച്ചു, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ആണ് കാണുന്നത് രണ്ട് സൈഡിനും. എന്താണ് 3 of Swords ഉള്ളത് ഇവിടെ? സൺ എനർജി എന്താണ്? നൈറ്റ് ഓഫ് കപ്സ്. 10 of Swords എന്താണ് ഇവിടെ? ഏസ് സോൾസ്. അപ്പോൾ ഞാനിവിടെ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു റൊമാൻറ്റിക് മെസ്സേജ് ഈ പേഴ്സൺ അയക്കാൻ പോകുന്നുണ്ട്. ഇതൊരു റീകൺസിലേഷൻ്റെ ഓഫർ ആയിരിക്കാം. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ട് കുറച്ച് സമയമായിട്ടുണ്ടാവും, ഈ ബ്രേക്കപ്പൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയിരിക്കണു. അപ്പോഴാണ് ഈ പേഴ്സൻ്റെ മെസ്സേജ് വരണേ. ആൻഡ് ഈ പേഴ്സൻ്റെ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ കുറേ ഹാപ്പിയാണ്. ഈ പേഴ്സൺ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. ഏസ് സോഡ്സ്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്, ഒരു സഡൻ മെസ്സേജാണ്, ഒരു സഡൻ ഐഡിയ. അപ്പോൾ ഇവർക്ക് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് വേയിലാണ്. പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മെസ്സേജാണ് ഇത്. അപ്പോൾ ഇത് ഈ മാസം ഉണ്ടാവാൻ പോകുന്നുണ്ട്. കറണ്ട് എനർജിയിൽ തന്നെ ഞാൻ കാണുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്, കുറേ സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആൻഡ് ഒരു ചെറിയ ബിഗിനിങ് ആണ്. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് കുറേ വലിയ മെസ്സേജൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ കാണുന്നത് ഒരു ചെറിയ മെസ്സേജാണ്, ഒരു ഹായ് ഹലോ അങ്ങനത്തെ ഒരു മെസ്സേജ് ആയിരിക്കാം ഈ പേഴ്സൺ അയക്കുണ്ടാവുക. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ പേജ് ഓഫ് വോൺസിൻ്റെ കൂടെ. അപ്പോൾ കുറേ പാഷൻ്റെ എനർജി ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ തുടക്കം രണ്ട് ഭാഗത്തിനും. 2 പേജസ് ഉണ്ട്. 9 of Swords. ഇവിടെ കുറേ സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്. അതെന്താ വെച്ചാൽ മേ ബി ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താ ലൈക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. 2 of Wands ആണ് പാസ്റ്റിൻ്റെ എനർജി. പാസ്റ്റിൽ തന്നെ ഞാൻ കാണുന്നത് ഒരു കൺഫ്യൂഷന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ചോയ്സിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത് പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ ഒരു സഡൻ ചേഞ്ച്, ഒരു വലിയ മാറ്റം ആണ് കാണുന്നത്. ആ ഒരു ചേഞ്ച് വന്നപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും ഭാഗത്തുനിന്ന് നിങ്ങൾ ഷുവർ ആയിരുന്നില്ല എന്താ വേണ്ടതെന്ന്. ഞാൻ ഹീലിംഗിൻ്റെ എനർജി കാണുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തോ ആ ഒരു സഡൻ ചേഞ്ച് വന്നപ്പോൾ എന്തോ ഈ സിറ്റുവേഷനിൽ ഒരു ബ്രേക്കപ്പും ഉണ്ടായി.
അപ്പോൾ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഇവിടെ ലവേഴ്സാണ്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ബോണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ ബോണ്ട് കുറേ അട്രാക്ഷൻ കുറേ സ്ട്രോങ് ആണ്. അപ്പോൾ ജെമിനായി എനർജി ഉണ്ട് ഇവിടെ. നിങ്ങൾ ആക്ച്വലി വെയിറ്റ് ചെയ്യായിരുന്നു ഈ പേഴ്സൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു ഈ പേഴ്സൺ മെസ്സേജ് ചെയ്യും. 2 ഓഫ് സോഡ്സ് ആണ് ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. എന്താ വെച്ചാൽ പ്രാക്ടിക്കലി അവർക്കറിയാം ഇതിൽ ചിലപ്പോൾ ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന്. പക്ഷേ ഇമോഷണലി അവർക്ക് ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവണില്ല ഇവിടെ എന്താ വേണ്ടതെന്ന്. കുറേ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു. മൂവ് ഓണും ചെയ്യാൻ പറ്റണില്ല. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് അവർ നിങ്ങളെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ഭാഗത്തിലാണ്. പക്ഷേ ഇത് ഇൻറ്റൻഷനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റേബിൾ പാർട്ട്ണറാണ് വേണ്ടത്. ഒരു ലോങ് ടേം പാർട്ട്ണറാണ് വേണ്ടത്. നിങ്ങളുടെ എനർജിയിൽ തന്നെ ആ സ്റ്റെബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതും അങ്ങനത്തെ ഒരു പേഴ്സണാണ്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ തുടക്കം വേണം. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് കപ്സ് ആണ്. അവർക്ക് കുറേ ഇമോഷൻസ് ഉണ്ട്, കുറേ ഫീലിങ്സ് ഉണ്ട്. ഇതൊക്കെ അവർക്ക് നിങ്ങളോട് പറയണം എന്നുണ്ടാവും. അവരുടെ ഇൻറ്റൻഷൻ ഇവിടെ മാരേജ് ആണ് ഫ്യൂച്ചറിൽ. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് വേണ്ടത്. ആക്ഷൻ എടുക്കാൻ പോണത് നിങ്ങളായിരിക്കാം. പക്ഷേ ഇവരുടെ ഭാഗത്തിലും ആക്ഷനിൽ ഞാൻ കാണുന്നുണ്ട് ഒരു റീകൺസിലിയേഷൻ. നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണുന്നത് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത എനർജിയാണ്. ട്രാവൽഡ് എനർജി ഉണ്ട്. അപ്പോൾ ഈ നൈറ്റ് ഓഫ് വാൻസ് എന്താണ്? കിങ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ കുറേ മാച്ചിങ് ഡിവൈൻ പെയർ എനർജീസ് കാണാനുണ്ട്. കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്. നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പേഴ്സണെ ഫൈനലി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ റീകൺസിലിയേഷൻ്റെ എനർജി ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു. പേഷ്യൻ്റ്ലി നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ പേഴ്സൺ എന്നെ മെസ്സേജ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു. ഇവരെ മെസ്സേജ് ചെയ്യണില്ല വെച്ചാൽ എന്തായാലും നിങ്ങൾ അവരെ മെസ്സേജ് ചെയ്യും. പക്ഷേ ഇവിടെ ഞാനൊരു റീകൺസിലിയേഷനാണ് കാണുന്നത്. അവരുടെ ഭാഗത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ ആയിരിക്കും നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾ അവരെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഞാൻ പക്ഷേ ഒരു റീകൺസിലിയേഷൻ കാണുന്നുണ്ട്. 2 ഓഫ് കപ്സ് ആണ് ഔട്ട്കം. ഇവിടെ കുറേ ലവ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇത്. ഈ റീകൺസിലിയേഷൻ ഉണ്ടാവണം എന്ന് നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവണു. ചാരിയറ്റ് എനർജി മുമ്പോട്ട് പോണ എനർജിയാണ്. ട്രാവൽഡ് എനർജിയാണ്. 9 ഓഫ് വാൻസ് ഒരു പേടിയാണ് രണ്ടാൾക്കും. ഈ സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കാത്തത് എന്താ വെച്ചാൽ ഈ പേടിയുടെ കാരണമാണ്. ഓക്കെ, ഇത് വർക്കൗട്ട് ആവോ ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് കുറച്ച് ഹെസിറ്റേറ്റ് ചെയ്യണു. പക്ഷെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ഈ മാസം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടും. എന്താണ് ഇവിടെ മെസ്സേജ്? മേക്ക് ദ എഫേർട്ട്. യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ രണ്ടാളുടെ സൈഡിൽ നിന്നും എഫേർട്ട് വേണം. അപ്പോഴാണ് ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ വരുള്ളൂ, ഒരു പോസിറ്റീവ് വേയിൽ ഔട്ട്കം വരുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് കാപ്രിക്കോൺ. കുറേ പോസിറ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ. പക്ഷേ നിങ്ങൾക്ക് ബോണസ് ആയിട്ടൊരു റീഡിംഗ് വേണം വെച്ചാൽ കമൻസിൽ ബോണസിന് എഴുതുക. ഏറ്റവും കൂടുതൽ ബോണസ് മെസ്സേജസ് ഇല്ല സൈനിന് വേണ്ടിയിട്ടാണ് ഞാൻ ബോണസ് റീഡിംഗ് ചെയ്യാൻ പോണത്. അപ്പോൾ ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.